നമ്മുടെ പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിൻ്റെ 23ാം വാർഷികമാണ് നടക്കുന്നത്. ഈ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ അവിടുത്തെ മെമ്പറായിരുന്നു. മുന്നേയും മെമ്പറാണ്, ഇപ്പോഴും മെമ്പറാണ്. അതുകൊണ്ട് അതുകൂടാതെ തന്നെ എൻ്റെ മക്കൾ 3 പേര് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. ഇന്നും വേദി പങ്കിടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, ഭയമൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ മക്കൾക്ക് ഇവിടെ നിന്ന് 2 വയസ്സ് തൊട്ടാണ് ഞാനിവിടെ മക്കളെ ഇവിടെ ചേർത്തുന്നത്. അവർക്ക് യാതൊരു ഭയവുമില്ല, നല്ല എനർജി അവർക്ക്. അവർ ഇപ്പോൾ വലുതായപ്പോഴാണ് പിന്നെയും കുറച്ചൊക്കെ ഷൈയൊക്കെ തോന്നി തുടങ്ങിയത്. അതുകൊണ്ട് ഇവിടെ മക്കൾ കളിക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ തന്നെയാണ് ഇവിടെ നോക്കിക്കണ്ടത്. പിന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കവും ഈ മുറ്റത്തു നിന്ന് തന്നെയാണ് തുടങ്ങിയത്. ആദ്യമായി ഞാൻ മെമ്പറായി നിയമിതയായപ്പോൾ ഇവിടെ ഈ അങ്കണത്ത്, പുത്തൂരിൻ്റെ അങ്കണത്തിലാണ് മീറ്റിംഗ് കൂടിയതും എന്നെ സ്ഥാനാർത്ഥിയായി നിയമിച്ചതുമല്ല. അന്ന് നമ്മുടെ ഡേവിഡ് മാഷ് ഉണ്ടായിരുന്നു. പിന്നെ കേരള കോൺഗ്രസിൻ്റെ പാർട്ടി എന്താ പറയുക ഫൗണ്ടറായിരുന്ന നമ്മുടെ സെബാസ്റ്റ്യൻ മാഷ്, അവരെല്ലാവരും കൂടി ഇവിടെ ഈ മുറ്റത്ത് മീറ്റിംഗ് കൂടിയിട്ടാണ് എന്നെ ആദ്യമായി സ്ഥാനാർത്ഥിയായിട്ട് നിയമിച്ചത്. 5 വർഷക്കാലം വളരെ മനോഹരമായി ഞാൻ എൻ്റെ പദവി നിർവഹിച്ചു. വളരെ മംഗളമായി അത് അവസാനിപ്പിച്ചു. പിന്നീട് എനിക്കൊരു ചാൻസ് വന്നത് ഇപ്പോഴാണ്. ആദ്യമായി ഞാനിവിടെ എത്തിയത് ഈ മുറ്റത്ത് തന്നെയാണ്. ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹത്തോടും കൂടിയാണ് ഞാൻ ഈ രാഷ്ട്രീയ ജീവിതം 2ാമതും ആരംഭിച്ചത്. അതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഒന്നും പഴയി പോവുകയില്ല. ലോനയ്ക്ക് ആദ്യമായിട്ട് അവാർഡ് ലഭിച്ചത് ഇവിടെ നിന്നാണ്. അതും 100 മേനി മികവ് ഇനിയും തൻ്റെ ജീവിതത്തിലുണ്ടാവും. ഞാൻ ഗ്യാരണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് അവസാനിപ്പിച്ച ആളാണ്. പക്ഷേ എനിക്ക് പിന്നെയും അത് നിൽക്കേണ്ടി വരികയും ഈ പുത്തൂർ വന്ന് എന്താ പറയുക ഇവരുടെ അനുഗ്രഹം കിട്ടിയാൽ അത് നമ്മൾ 50% വിജയിച്ചു. എന്താ വെച്ചാൽ പുത്തൂരെ അറിയാത്ത, പാവർട്ടിയെ അറിയാത്ത ഇവിടെ ഒരു വീട് പോലും ഇല്ല. അതൊരു മരണമായാലും ജനനമായാലും പുത്തൂരുമായി ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഈ വീടിൻ്റെ ഇവരുടെ എന്താ പറയുക ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു. പിന്നെ ഒരിക്കൽ കൂടി, ഞാൻ വലിയ പ്രാസംഗികയൊന്നുമല്ല, ലോനയും പ്രസിഡൻ്റൊക്കെ നന്നായി പ്രസംഗിച്ചു. പക്ഷേ എനിക്ക് ഇന്നും പ്രസംഗിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.